ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല ചൂടാട്ടോ. ഞാൻ ഇതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇത്തിരി പച്ചപ്പ് കാണുന്നു, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പൂരിയും ബാജിയും ഉണ്ടാക്കാമെന്ന് കരുതിയാ ഇന്നേ. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തൊലി കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വിസിലടിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും വെള്ളവും ഒഴിച്ചാണ് കുക്കറിൽ വിസിലടിച്ചെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞ് കഷ്ണമാക്കി വിസിലടിപ്പിച്ചെടുക്കുമ്പോൾ എന്നാ വെച്ചാൽ പിന്നെ അത് ഉടച്ചെടുത്താൽ മതി. അല്ലെ ചൂടാറി പിന്നെ തൊലി പൊളിച്ച് വരാനൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ. ഇതാകുമ്പോൾ എളുപ്പമാണ്. പിന്നെ സബോളയെല്ലാം അരിഞ്ഞ് വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്കും കുക്കറിൽ വിസിലടിച്ച് വന്നു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ. പിന്നെ ഇത് നല്ലപോലെ ഇനി ഉടച്ചെടുത്താൽ മതി. മറ്റേ തൊലി ഉണ്ടെങ്കിൽ പിന്നെ ആറാനൊക്കെ വെയിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ സമയം പോവില്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉടയ്ക്കുന്നത്. നല്ലപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതുകൊണ്ട് ഉടയ്ക്കുമ്പോൾ. അങ്ങനെ എല്ലാം ഉടച്ച് നല്ലപോലെ ഉടഞ്ഞ് കുഴച്ച് എടുത്ത് റെഡിയാക്കി വെച്ചു. ഇനി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉഴുന്നും കൂടി ഇട്ടു. അങ്ങനെ അതും പൊട്ടി വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ സ്പൈസസ് ആയിട്ട് കറുവേ, കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏലക്കാടെ കുരുവും കൂടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ പൊട്ടിച്ചിട്ട് ബാജി ഉണ്ടാക്കി നോക്കിയേ, നല്ല ഫ്ലേവറാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പച്ചമണം മാറിയപ്പോഴത്തേക്കും സബോളയും ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക. അത് ഒത്തിരി മുരിയണ്ട കേട്ടോ, സബോള ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ബാജിക്കുള്ള ഉരുളക്കിഴങ്ങും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴുത്ത് ഉപ്പ് നോക്കി, ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പും ഇട്ട് നിറച്ച് മല്ലിയില ഇട്ട് അങ്ങനെ നമ്മുടെ ബാജിക്കറി നല്ല പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചു. അപ്പോൾ ബാജി റെഡിയായി. ഇനി പൂരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പൂരി ചീനിച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. ഞാനിവിടെ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി നടത്തിയത് കൊണ്ട് കുഴപ്പമില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ പൂരിയും റെഡിയാക്കി എടുത്തു. അങ്ങനെ രാവിലെ കഴിക്കാൻ ഇന്ന് പൂരിയും ബാജിയും ചായയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിപ്പ് കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തുണിയൊക്കെ അലക്കാൻ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് കിടന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഇന്ന് അയല കറി വെക്കാമെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് അയലക്കറി വെക്കാമെന്ന് കരുതിയ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങയും കാശ്മീരി മുളക് പൊടിയും കുഞ്ഞുള്ളിയും 2 കഷ്ണം വെളുത്തുള്ളി, കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഉപ്പ്, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നല്ലപോലെ തേങ്ങ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞപ്പോഴത്തേക്കും വെച്ചു. പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണ തന്നെ കേട്ടോ മീൻകറി എപ്പോഴും ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചില്ലേ, അതിട്ട് അതും ഒന്ന് പച്ചമണം മാറി നല്ലപോലെ വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങയില്ലേ, തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും അരച്ചു വെച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇത് നല്ലപോലെ മൂത്തപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പേസ്റ്റ് മുളകും എരിവും ഇതിൻ്റെ അളവും നിങ്ങളുടെ മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ 4 അയല എടുത്തു, അത് നടുവേ മുറിക്കും കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത് ഇനി ചെറുതീയിൽ വെച്ച് നല്ല പോലെ ഇളക്കി പച്ചമണം മാറ്റിയെടുക്കണം. ഇത് മുകളിലേക്ക് തെറിക്കും കേട്ടോ, അത് തീ കുറയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പം നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് നല്ലപോലെ കഴുകി ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒന്നും വേസ്റ്റാക്കി കളയണ്ടല്ലോ. മിക്സിയുടെ ജാറിലും ഈ തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തോ. കുറേ വെള്ളം ഇപ്പോൾ ആയാലും കറി തണുക്കുമ്പോൾ കുറുകി വരും. പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, എനിക്ക് മേടിച്ചപ്പോൾ അറിയില്ലായിരുന്നു ഇത്ര ഉപകാരം ഉണ്ടെന്നേ. നമുക്ക് ബാക്കി വരുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു പാത്രം കേട്ടോ. ഇതിൽ ആ സൂചി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതനുസരിച്ച് നമുക്ക് തണുപ്പ് എത്ര വേണമെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നല്ല പാത്രമാണ്. പിന്നെ ഞാൻ കറിയുടെ ഈ അടച്ചു വെച്ച കറി നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. പുളിക്ക് മാങ്ങായോ കുടംപുളിയോ ചിലിമ്പിക്കോ എന്ത് വേണേൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. നല്ല മാങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണേ. തിളച്ച് കഴിഞ്ഞ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം മാങ്ങയൊന്നും അലുത്ത് പോവാതിരിക്കും, നല്ല വെന്ത് കിട്ടും. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കണം. അപ്പം നല്ല പോലെ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചുമ്മാ മീനിട്ടപ്പോൾ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ല ഇടണ്ട. അപ്പം നല്ല പോലെ മീനൊക്കെ വെന്ത് തിളച്ച് വന്നു. അയലയ്ക്ക് വേവ് കുറവാണല്ലോ, പെട്ടെന്ന് വേവും. അങ്ങനെ റെഡിയായി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു വറവിടണം.
അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇപ്പോഴാട്ടോ ഞാൻ പൊട്ടിക്കുന്നത്. ആദ്യം ഉലുവ ഇട്ടില്ലായിരുന്നു. ഇപ്പം കടുകും ഉലുവയും പൊട്ടിച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പത്തലമുളകും കൂടി ഇട്ടു. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് സാധാരണ നമ്മുടെ വറവിടുന്ന പോലെ തന്നെ ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയായി. നല്ല ടേസ്റ്റുള്ള മീൻ കറി ആട്ടോ, ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ. പിന്നെ വെള്ളപ്പയർ, ഈ വെള്ളപ്പയർ ഞാൻ ആദ്യമായിട്ട് മേടിക്കാം കേട്ടോ. ഞാനിവിടെ ആ ചുമപ്പ് പയറിനെ മേടിക്കാറുള്ളൂ, വമ്പയർ എന്ന് പറയുന്നത്. ഈ ഇത് ആദ്യമായിട്ട് മേടിച്ചതാണ്. എന്നിട്ട് വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ ഇട്ട് വെച്ച് കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറി വിസിലടിച്ചെടുത്തു. പിന്നെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടെ എണ്ണയൊഴിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്കിട്ട് അത് വറവാക്കിയെടുത്തു. നല്ല രുചിയാട്ടോ ഈ വെള്ളപ്പയർ ഞാൻ ആദ്യമായിട്ട് മേടിച്ചാന്ന് പറഞ്ഞില്ല, എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കൺഫ്യൂഷനിലൊക്കെ ഉണ്ടാക്കി, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല സ്വാദുണ്ട് കേട്ടോ, പിള്ളേർക്കും ഇഷ്ടമായി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ പയറും ഇട്ട് കൊടുത്തു. അങ്ങനെ പയർ റെഡിയായി. വെള്ളപ്പയർ കണ്ടിട്ട് മേടിക്കാതെ എന്നെപ്പോലെ ചുമപ്പ് മാത്രം എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് വെള്ള എടുത്തോ, വെള്ള നല്ല രുചിയുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയായി. വെള്ളപ്പയറും മീൻകറിയാണ്. അങ്ങനെ ചോറും മീൻകറിയും പയറും ഒക്കെ കൂട്ടി ചോറുണ്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.